ഇന്ന് ഞാൻ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്, എന്നാൽ ഇതിന് അപാര ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം ചുമ്മാ ഞാൻ ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിനും മോനും അത് വളരെ ഇഷ്ടമായി. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമായിരുന്നു. ഇപ്രാവശ്യം മോൻ വന്നപ്പോൾ അവനിത് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ വീഡിയോയും കൂടി ഞാൻ ഷൂട്ട് ചെയ്തു. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. 1/4 കപ്പ് സവാള വളരെ ചെറുതായിട്ട് നുറുക്കിയതാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക് ചെറുതായി നുറുക്കിയത്. എത്ര വേണമെങ്കിലും ചേർക്കാം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. എൻ്റെ എരിവിന് ഇത്രയും മതിയാവും. ഞാനിപ്പോൾ എരിവൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഞാനിപ്പോൾ ഇട്ടത്, 1/4 കപ്പ് വീതം. ഒരു ചെറിയ തക്കാളിയും ഇട്ടു. ഉപ്പും ജീരകവുമാണ് ഞാനിപ്പോൾ ഇട്ടത്, 1/4 ടീസ്പൂൺ വീതം. 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതാണ് ഞാനിപ്പോൾ ഇട്ടത്. അര കപ്പ് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നത്, അതാണ് ഞാൻ ഇട്ടത്. ചെറുതായിട്ട് കുത്തി അരിഞ്ഞാണ് ഞാൻ ഇട്ടത്. ഉപ്പും കുരുമുളകും ഇട്ട വേവിച്ച ചിക്കനും ഇതിൽ ചേർക്കാം, അല്ലെങ്കിൽ കറിയിലിട്ട ചിക്കൻ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ഞാൻ ഇട്ടിരുന്നു, അത് ഇതിൽ കിട്ടിയില്ലാന്ന് തോന്നുന്നു. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ചീസിൻ്റെ ഒരു സ്ലൈസ് കൂടി ഇട്ടു. ചീസ് അലിഞ്ഞ് നന്നായി മസാല എല്ലാം യോജിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ചു നേരം എൻ്റെ ചൂട് മാറാനായിട്ട് വെച്ചു. ഇനി ബ്രെഡ് മോൾഡ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മെഷർമെൻറ്റ് കപ്പ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ ഇട്ട് 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനായിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട വളരെ തിന്നായി കട്ട് ചെയ്തെടുക്കണം. പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗൾഫിലായിരുന്നു, അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത് വെച്ച് കട്ട് ചെയ്തെന്നേ ഉള്ളൂ. ബ്രെഡ് കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ബ്രെഡ് എല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്തതാണ് ഇത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ഈ ബ്രെഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. നേരത്തെ കലക്കി വെച്ചിരുന്ന മൈദ മാവാണ് ഇപ്പം ഞാൻ റൗണ്ട് ചെയ്ത് ഒഴിച്ചത്. മുകളിൽ ഒരു ബ്രെഡ് കൂടി വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒഴിക്കുന്നത്. ഇനി ആ കട്ട് ചെയ്ത് വെച്ച മുട്ടയിൽ ഓരോ പീസ് വീതം വെച്ച് ബ്രെഡ് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് കൂടി വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം.
ബ്രെഡ് മൈദാമാവിൽ മുക്കിയെടുത്ത് ബ്രെഡിൻ്റെ പൊടിയിലിട്ട് ബ്രെഡിൻ്റെ പൊടി നന്നായി ആ ബ്രെഡ് മൊത്തത്തിൽ പൊതിഞ്ഞതിന് ശേഷം തിളച്ച എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അടുത്ത് നിന്ന് തന്നെ ചെയ്തെടുക്കണം. ഓരോ സെക്കൻഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കുക. ബ്രൗൺ ബ്രെഡിന് വൈറ്റ് ബ്രെഡിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരിക്കൽ ബ്രെഡ് വാങ്ങിയപ്പോൾ ഓർക്കാതെ ഞാൻ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അത് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനും പറഞ്ഞിരുന്നു അത്ര പോരാന്ന്. വീണ്ടും ഞാനൊരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അതുവരെ എല്ലാവർക്കും ബൈ.